ഒരു നാടാകെ കാത്തിരുന്ന കല്യാണം. വരൻ സൂര്യ, വധു മിത്ര. കാണാൻ കാത്തിരിക്കുക. സ്വയംവര പന്തൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക്. മാറി താമസിക്കണമെന്നും പറഞ്ഞ് വല്യേട്ടൻ വഴക്കുണ്ടാക്കി അല്ലേ ചേച്ചി? അതേക്കുറിച്ച് കൂടുതൽ നിർബന്ധിച്ചു എന്നല്ലാണ്ട് വഴക്കൊന്നും ഉണ്ടാക്കിയില്ല. എല്ലാരും ഒരുമിച്ച് ജീവിച്ചു കാണാൻ അച്ഛൻ ആഗ്രഹിച്ചത് കൊണ്ടാ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. അല്ലാതെ അച്ഛൻ വല്യേട്ടനെ ചതിക്കോ വഞ്ചിക്കോ ഒന്നും ചെയ്തിട്ടില്ല ചേച്ചി. ദേഷ്യം വന്ന ഹരിയേട്ടന് എന്താ വായിന്ന് വരാന്ന് ഒരു പിടിയില്ലാന്ന് എനിക്കറിയാം. അന്ന് ടെക്സ്റ്റൈലിൽ വെച്ച് പണം നഷ്ടപ്പെട്ടപ്പോ എന്റെ അച്ഛനെ കള്ളനാക്കുന്ന തരത്തിലായിരുന്നു ഹരിച്ചേട്ടന്റെ സംസാരം. എന്റെ അച്ഛൻ ശേഖരനങ്കിളിനെ കുറിച്ച് എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ശേഖരനങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി തന്നെയാ. മോളെ അതിരെ, മാറിത്താമസത്തിന്റെ കാര്യമൊന്നും ഹരിശേഖരനോട് മുമ്പ് പറഞ്ഞിട്ടില്ല. ആതിര ചേച്ചിയുടെ പെണ്ണ് കാണാൻ തന്ന വല്യേട്ടന്റെ ഈ മാറി താമസത്തെ കുറിച്ച് ഞങ്ങൾ കേൾക്കുന്നത്. ആതിര ചേച്ചിക്ക് ചെറിയമ്മയോടുള്ള അടുപ്പം മനസ്സിലാക്കി ഈ ആലോചന ഒഴിയാൻ വേണ്ടി വല്യേട്ടൻ കണ്ടെത്തിയ തന്ത്രമാണെന്നാ ഞങ്ങൾ കരുതിയത്. മോളെ, മറ്റുള്ളവരുടെ ചങ്കെടുപ്പ് നിലയ്ക്കുന്ന വിധത്തിൽ ഹരി പെരുമാറാൻ തുടങ്ങിയത് അവൻ ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷമാ. അതുവരേക്കും എന്തു മെടുക്കനായിരുന്നെന്നറിയാവോ ഹരിക്കുട്ടൻ? പഠിക്കാനും സന്ദർഭങ്ങൾക്കനുസരിച്ച് പെരുമാറാനും ഒക്കെ അവന്റെ സമപ്രായക്കാരെക്കാൾ മുമ്പനായിരുന്നു. പക്ഷേ ജോലി കിട്ടി ശമ്പളമൊക്കെ ആയപ്പോ ഞങ്ങളൊക്കെ അവന്റെ അധ്വാനത്തിന്റെ വിഹിതം പങ്കുപറ്റാൻ മാത്രം ഉള്ളവരെന്ന പോലെയായി ഹരിയുടെ പെരുമാറ്റം. ശേഖരനെ ഹരി കൂലിയില്ലാത്ത വീട്ടുവേലക്കാരനാക്കി മാറ്റി. ഹരിയുടെ സ്വഭാവം വിവാഹത്തോടെ മാറ്റിയെടുക്കാമെന്ന് ശേഖരൻ എപ്പോഴും പറയുമായിരുന്നു. അതുകൊണ്ടാ പ്രായം തികഞ്ഞു വന്ന 2 പെൺമക്കളെക്കാൾ മുമ്പേ ഹരിയെ കല്യാണം കഴിപ്പിക്കാൻ ശേഖരൻ തീരുമാനിച്ചത്. പലയിടത്തും പെണ്ണ് കാണാൻ പോയപ്പോഴും കല്യാണം ചെലവ് ചുരുക്കി നടത്തണമെന്നല്ലാതെ ഒരു ഡിമാൻഡും ഹരിക്കുണ്ടായിരുന്നില്ല. ആതിരയുടെ വീട്ടിൽ വെച്ച് മാറി താമസത്തിന്റെ കാര്യം ഹരി പറഞ്ഞപ്പോ ശേഖരൻ ഞെട്ടിപ്പോയെന്നാ എന്നോട് പറഞ്ഞത്. അവന് നമ്മളെയൊക്കെ വിട്ട് മറ്റൊരു വീടെടുത്ത് അവന്റെ ഭാര്യയോടൊപ്പം കഴിയണം. ചെറിയ കുടുംബം, സന്തുഷ്ട കുടുംബം, അതാണ് അവന്റെ പ്രമാണം. അത് അച്ഛന് വലിയ ഷോക്കായി പോയി. ശേഖരന്റെ ഏക പ്രതീക്ഷ ആതിരയിലായിരുന്നു. അന്ന് അവിടെ കണ്ട ഒരു കുരുവിക്കൂടിന്റെ കാര്യം ശേഖരൻ ഞങ്ങളോട് വന്ന് പറഞ്ഞു. മുറ്റത്തെ കുരുവിക്കൂട് തകരാതെ കാക്കാൻ ആതിര കാണിക്കുന്ന ശ്രദ്ധ ശേഖരന്റെ കുടുംബമെന്ന ഈ കുരുവിക്കൂട് നിലനിർത്താൻ പോന്നതാണെന്ന പ്രതീക്ഷയിലായിരുന്നു ചിലത് ആതിരയോട് ശേഖരൻ മറച്ചുവെച്ചത്. ചിറകറ്റ 2 വയസ്സായ കുരുവികളെയും പറക്കമുറ്റാത്ത 3 കൂടപ്പിറപ്പുകളെയും മറന്ന് പറന്നകലാൻ കൊതിക്കുന്ന ആൺകുരുവിയുമാണ് ശേഖരന്റെ ഈ കൂട്ടിലുള്ളത്. ആൺകുരുവിക്ക് ആതിര എന്ന പെൺകുരുവി കൂട്ടിനു വന്നാൽ എന്നേക്കും ഈ കുരുവിക്കൂട് തകരാതെ നിൽക്കുമെന്ന് അന്ന് ശേഖരൻ പറഞ്ഞു. മാറിത്താമസമെന്ന ഹരിയുടെ ആഗ്രഹത്തെ വിവാഹത്തിന് ശേഷം മാറ്റിയെടുക്കാനുള്ള പ്രാപ്തി ആതിരയ്ക്കുണ്ടെന്ന വിശ്വാസത്തിലായിരുന്നു ഹരിയുടെ ഡിമാൻഡ് ശേഖരൻ മറച്ചുവെച്ചത്. ആ തീരുമാനം തെറ്റായി പോയി എന്ന സങ്കടത്തോടെയാ ശേഖരൻ കാശിക്ക് പോയത്. ശേഖരനങ്കിളിന്റെ ആഗ്രഹവും പ്രതീക്ഷയും എല്ലാം ഞാൻ നിറവേറ്റു. ആരും സങ്കടപ്പെടണ്ട. ഞാൻ നിമിത്തം ഈ കുരുവിക്കൂട് തകരില്ല. ഒരാളെ കൊണ്ടും തകർക്കാൻ അനുവദിക്കുകയില്ല. ഈ കൂട് പിരിഞ്ഞു പോവാതെ ഞാൻ ചേർത്ത് വയ്ക്കും. എന്തൊക്കെ കാരണങ്ങളുണ്ടായാലും ഞാൻ മാറി താമസിക്കില്ല. മാറിത്താമസം എന്ന ഹരിച്ചേട്ടന്റെ സ്വപ്നം പാഴ്ക്കിനാവാക്കി മാറ്റും ഞാൻ. ആതിര ഇപ്പൊ ഈ പറഞ്ഞത്
മോളുടെ വാക്കുകളായിട്ടല്ല, ദൈവം ആതിരയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറയുന്നതായിട്ടാ എനിക്ക് തോന്നുന്നത്. ആതിര ചേച്ചി പറയുന്നത് പ്രാക്ടിക്കലാക്കാൻ അത്ര എളുപ്പമല്ല. ഭയങ്കര പിടിവാശിക്കാരനാ വല്യേട്ടൻ. മാറി താമസിക്കാൻ ആതിര ചേച്ചി സമ്മതിച്ചില്ലെങ്കിൽ വല്യേട്ടൻ ദേഷ്യപ്പെടും. ചേച്ചിയുമായി ചിലപ്പോ വഴക്കും കൂടും. അതൊന്നും സാരമില്ല. നിങ്ങളുടെ വലിയേട്ടൻ ദേഷ്യപ്പെട്ടാലും വഴക്കിട്ടാലും ഞാൻ നോക്കിക്കോളാം. നിങ്ങളാരും അതേക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കുകയേ വേണ്ട. ഈ വീടിന്റെ പ്രകാശം അണയാതെ കാക്കാൻ എനിക്കറിയാം. ഇക്കാര്യത്തിൽ ഹരിച്ചേട്ടൻ എന്നെ എത്രയൊക്കെ കഷ്ടപ്പെടുത്തിയാലും എന്റെ ഭാഗത്തു നിന്ന് ആർക്കും ഒരു പ്രശ്നവും വരാതെ ഞാൻ നോക്കിക്കോളാം. ഇത് എല്ലാരും പറയുന്ന പോലെ ചുമ്മാ സത്യം പറച്ചിലല്ല, ആതിരയുടെ പ്രതിജ്ഞയാണ്. ഇനി ജീവിതത്തിൽ എപ്പോഴും സന്തോഷാവുന്ന കരുതിയത്. എന്നിട്ട് ഇതുപോലെ വഞ്ചനയുടെ ബാക്കി പത്രം അനുഭവിക്കുന്ന വേറെ ആരെങ്കിലും ഉണ്ടാവോ? താലിഭാഗ്യം കിട്ടിയ ഒരു പെണ്ണിനെയും ഇതുപോലൊരു അവസ്ഥയിലൂടെ വലിച്ചഴിക്കരുത് ദൈവമേ. പെൺമക്കളെ മാതാപിതാക്കൾ എന്തെന്ത് പ്രതീക്ഷയോടെ വിവാഹം കഴിപ്പിച്ചയക്കുന്നത്. ഈ നരകത്തിൽ നിന്ന് മോചനം കിട്ടാനാ കല്യാണത്തിന് തീരുമാനിച്ചത്. എന്നിട്ടിപ്പോ ഉള്ള സ്വസ്ഥത കൂടി ഇല്ലാണ്ടായി. ഇനി എന്ത് ചെയ്യും? മകൾക്ക് ഭർത്താവിന്റെ വീട്ടില് എന്താണ് അനുഭവിക്കേണ്ടി വരുന്നതെന്ന് എത്ര മാതാപിതാക്കൾക്ക് അറിയാം. എന്നെ പോലെ ഭർത്താവിന്റെ കിടപ്പ് മുറുക്കി പുറത്തു വന്ന് കിടക്കുന്ന എത്ര പെൺകുട്ടികളുണ്ടോ? എന്റെ അച്ഛൻ ഇതറിഞ്ഞ മനസ്സിന് താങ്ങാനാവോ? വണ്ടിക്കാളെ പോലെ ഇത്രയും കാലം വലിച്ചിട്ടും ഒരാളും ഇല്ലാതെ മനസ്സിലാക്കാൻ. എന്തൊക്കെ ചെയ്തിട്ടും വഴി കേൾക്കാൻ ഞാൻ മാത്രം. ഇന്നത്തെ ദിവസത്തിനു വേണ്ടി എന്റെ അച്ഛൻ എന്തുമാത്രം ദുരനുഭവങ്ങളാണ് സഹിച്ചത്. പണത്തിന്റെ പേരിൽ അപമാനിക്കപ്പെട്ടത് എല്ലാം എനിക്ക് വേണ്ടിയായിരുന്നു. ഒരാളെ ഞാൻ ദ്രോഹിച്ചിട്ടില്ല ഇന്നേ വരെ. വാക്കുകളുണ്ടോ പ്രവൃത്തിയുണ്ടോ ഒരാളെ ഉപദ്രവിച്ചിട്ടുമില്ല. എന്റെ അഭിപ്രായങ്ങളും ചിന്തകളും ഒരാളും തിരിച്ചറിയാത്ത എന്താ? നാളെ എന്റെ ആഗ്രഹത്തെ ആതിര അനുകൂലിച്ചില്ലെങ്കിൽ ഇത്രയും കാലത്തെ സ്വപ്നങ്ങളും പ്രയത്നങ്ങളും എല്ലാം പാഴാവും. അമ്മയുടെ സ്ഥാനത്ത് വന്നവര് അമ്മയായല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. അവരുടെ ഉപദ്രവങ്ങൾ പോലും നിശബ്ദം സഹിച്ചതല്ലാതെ ഒരു മറുവാക്ക് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. എന്നിട്ടും ആദ്യ രാത്രിയിൽ ഒറ്റയ്ക്കാണ്. പ്രാർത്ഥനകളും സ്വപ്നങ്ങളും പാഴായുള്ള എന്റെ കിടപ്പങ്ങാനും അച്ഛൻ അറിഞ്ഞ ആ നിമിഷം ഹൃദയം നിലയ്ക്കും.